മലയാളത്തിന്റെ മഹാനടനായിരുന്നു അന്തരിച്ച നടൻ ശ്രീനിവാസൻ എന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. അഭിനയ മികവേറിയ നടനായിരുന്നു ശ്രീനിവാസൻ എന്നും തിരക്കഥാകൃത്ത് എന്ന നിലയിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ വിലപ്പെട്ടതാണെന്നും മന്ത്രി പറഞ്ഞു. മലയാളികളുടെ മനസ്സിൽ എന്നും ഓർമ്മ നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ ശ്രീനിവാസന്റെ അഭിനയ മികവിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ മികച്ച അവലംബിത തിരക്കഥാകൃത്തിനുള്ള അവാർഡ് നേടിയ ഏറ്റുമാൻ സ്വദേശി ലാജോ ജോസിന് നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശ്രീനിവാസൻ ഒരു നടൻ മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നിരവധി തിരക്കഥകൾ നമ്മുടെ മലയാള ചലച്ചിത്ര രംഗത്ത് എന്നും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയവും. ഒരിക്കൽ നവലോകം സാംസ്കാരിക കേന്ദ്രത്തിൽ ഞാൻ ഡോക്ടർ സുകുമാർ അഴീക്കോടിനെയും അതുപോലെ തന്നെ ശ്രീനിവാസനെയും ഒരുമിച്ച് ഒരു പരിപാടിക്ക് ക്ഷണിച്ചു. ഞാനാണ് യോഗത്തിൻ്റെ അധ്യക്ഷൻ, അതിൻ്റെ ചെയർമാൻ എന്നുള്ളതായിരിക്കും. അപ്പോൾ സുകുമാർ അഴീക്കോട് ശ്രീനിവാസനെ കണ്ട ഉടൻ തന്നെ ആദ്യമായി പറഞ്ഞ വാചകം പരസ്പരം ഒരു കൈകൂപ്പി, സിനിമയിൽ കാണുന്നതിനേക്കാൾ നല്ല സുന്ദരനാണല്ലോ നിങ്ങൾ എന്നാണ് അഴീക്കോട് സാറിൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കമൻറ്റ്. ശ്രീനിവാസൻ നർമ്മം കലർന്ന ഭാവത്തിൽ തിരിച്ചു മറുപടി പറഞ്ഞു, സിനിമയിൽ അഭിനയിക്കുന്നവരുടെ സൗന്ദര്യത്തിനല്ല പ്രാധാന്യം, മറിച്ച് അഭിനയത്തിൻ്റെ സൗന്ദര്യത്തിനാണ് പ്രാധാന്യം, അത് എന്നിലുണ്ട് എന്നതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ വ്യംഗ്യാർത്ഥം. അത് അർത്ഥപൂർണമായിരുന്നു. കാരണം സൗന്ദര്യശാസ്ത്രങ്ങൾക്കപ്പുറം ഒരു കലാകാരൻ എങ്ങനെ നാട്ടിൽ ജനഹൃദയങ്ങളിൽ വരാം എന്ന് തെളിയിച്ച അനശ്വരനായ ഒരു അഭിനേതാവും കഥാകൃത്തുമായിരുന്നു ശ്രീനിവാസൻ എന്ന് നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് വരാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സിനിമകൾ, നല്ല സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വരവേൽപ്പ് കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വെള്ളാനകളുടെ നാട് കണ്ടിട്ടുണ്ട്, പട്ടണപ്രവേശം കണ്ടിട്ടുണ്ട്, നാടോടിക്കാറ്റ് കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ചിന്താവിഷ്ടയായ ശ്യാമള കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിനിമകളെല്ലാം ഇന്നും മനസ്സിൽ നിന്ന് മായാത്ത എത്രയോ കഥാപാത്രങ്ങളെ, വടക്കു നോക്കി യന്ത്രം അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ. അങ്ങനെ മലയാള സിനിമയ്ക്ക് മഹത്തായ സംഭാവന നൽകിയ അനശ്വരനായ ആ കലാകാരൻ്റെ വേർപാട് നാം അനുസ്മരിച്ചുകൊണ്ട് മാത്രമേ ഇന്നത്തെ ആദരവിലേക്ക് വരാൻ കഴിയൂ. അംഗീകാരം ലഭിച്ചവരെ ആദരിക്കുന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് മന്ത്രി പറഞ്ഞു. മികച്ച അവലംബിത തിരക്കഥാകൃത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ലാജോ ജോസിനെ ആദരിച്ചു. ഏറ്റുമാനൂർ എസ്.എം. പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടിയിൽ ചേംബർ ഓഫ് കൊമേഴ്സ് യൂണിറ്റ് പ്രസിഡന്റ് മനോജ് കെ.ആർ അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ സംഗീതജ്ഞൻ ജെയ്സൺ കെ. നായർ, കവിയും സാഹിത്യകാരനുമായ ഹരി ഏറ്റുമാനൂർ, പി.കെ. അബ്ദുൾ സമദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജോസ് കൃതജ്ഞത പ്രകാശിപ്പിച്ചു.